അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, സ്പിരിച്വൽ ഫാമിലി, ആരാധനയുടെ കുടുംബം, സാക്രിഫൈസ്, യാഗങ്ങളുടെ കുടുംബം, ആൾട്ടർ, യാഗപീഠം ഉണ്ടാക്കിയ കുടുംബം. ആ ദേശത്തെ കാലത്ത് എവിടെയൊക്കെ ആൾട്ടർ ഉണ്ടോ, എവിടെയൊക്കെ യാഗപീഠം ഉണ്ടോ, എവിടെയൊക്കെ യാഗപീഠം ഉണ്ടോ അതുവഴി അബ്രഹാം പോയിട്ടുണ്ട്. എവിടെയൊക്കെ ആരാധനയുണ്ടോ അതുവഴി അപ്പച്ചന്മാർ പോയിട്ടുണ്ട്. എവിടെയൊക്കെ വിശ്വാസികളുണ്ടോ അവിടെ ഉച്ചയ്ക്ക് ശേഷം മറ്റേ സിനിമയുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. എവിടെയൊക്കെ വിശ്വാസികളുണ്ടോ അവരുടെ കൈയടിക്കുന്ന സ്വരമുണ്ട്, അവിടെ പ്രാർത്ഥനയുടെ സ്വരമുണ്ട്, അവിടെ ആരാധനയുടെ സ്തുതിയുടെ സ്വരമുണ്ട്. ഒരു ദിവസം കുമ്മനാടിലൂടെ, പ്രോബ്ലി ഒരു 20 വർഷം മുമ്പ്, കുമ്മനാടിൻ്റെ അരികിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ ഒരു വീട്ടിൽ കേൾക്കുന്നു, ഇന്നു പകൽ മുഴുവൻ കരുണ. വേറൊരു വീട്ടിൽ കേൾക്കുന്നു, യേശു നല്ലവൻ. ഒരു 50 മീറ്റർ അപ്പുറത്ത് വേറെ വീട്ടിൽ വേറൊരു പാട്ട് കേൾക്കുന്നു. വേറെടുത്ത് വന്നപ്പോഴേക്കും ഒരു അപ്പച്ചൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഒരു സ്ട്രീറ്റിലാണ് 4-5 വീടുകളുടെ പ്രാർത്ഥന. അതാണ് കുമ്മനാട്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? കുമ്മനാട് ഒരു ബാറില്ല, കുമ്മനാട് ബാറില്ല, കുമ്മനാട് സിനിമാ തിയേറ്ററില്ല. നിൻ്റെ വീട് സിനിമാ തിയേറ്റർ ആകല്ല, നിൻ്റെ വീട് നുണ പറയുന്ന പരിപാടിയാകല്ല, നിൻ്റെ വീട് സ്തുതി ആരാധനയുടെ ഭവനമാകട്ടെ. സോ ഞാൻ പറഞ്ഞു സ്പിരിച്വൽ ഫാമിലി. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, സ്തോത്രം. ആ 3 തലമുറ, 1, 2, 3, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, സ്പിരിച്വൽ ഫാമിലി. പക്ഷേ 4ാം തലമുറ വന്നപ്പോഴേക്കും ആത്മീയ അപ്പോസ്റ്റസി, ആത്മീയ അരാജകത്വത്തിലേക്ക് അവർ കുപ്പുകുത്തി. സ്തോത്രം. 4ാമത്തവനാണ് യഹൂദ.